ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 4th ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതിന് 3 സ്റ്റെപ്പ് ഉണ്ട്, എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർ എനി നാച്ചുറൽ നമ്പർ n, x raised to n minus y raised to n is divisible by x minus y. x y എന്ന് പറയുന്നത് എനി ഇൻറ്റിജേഴ്സ് വിത്ത് x നോട്ട് ഈസ് ഈക്വൽ ടു y ആണ്. അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം. എന്താണത്? എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ നമ്മൾ എഴുതണം. ഇനി നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ എൻ ഈസ് ഈക്വൽ ടു 1ന് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഫോർ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ നമ്മുടെ പി ഓഫ് 1 വരുമ്പോൾ എന്താ വരിക? എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 അല്ലെ? എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 1 ഇട്ട് കൊടുത്തു. ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ അല്ലേ? ശരിയല്ലേ? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ, ദെർഫോർ വിച്ച് ഈസ് ട്രൂ അല്ലേ? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്, അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ഈ ട്രൂ, അല്ലെങ്കിൽ വെൻ എൻ ഈസ് ഈക്വൽ ടു കെ ദ റിസൾട്ട് ഈസ് ട്രൂ. അപ്പോൾ എന്താണ് നമ്മുടെ പി ഓഫ് കെ വരിക? എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? സംതിങ് ഡി ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നോ, അല്ലെങ്കിൽ ലാംഡ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നോ, സംതിങ് എക്സ് മൈനസ് വൈ ഇൻറ്റു സംതിങ്. ആ ഒരു രീതിയിൽ നമ്മളിതിന് മുന്നേയുള്ള പ്രോബ്ലംസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അത് അങ്ങനെ എഴുതി. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1, അതായത് വെൻ എൻ ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 ദ റിസൾട്ട് ഈസ് ട്രൂ. എപ്പോൾ? വെൻ എവർ, അതും കൂടി നമ്മൾ ഒപ്പം എഴുതണം. വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. ഇത് നമ്മൾ പി ഓഫ് കെ പ്ലസ് 1 എന്താ വരിക? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എന്നിൻ്റെ സ്ഥാനത്തേക്ക് കെ പ്ലസ് 1 കൊടുക്കുക അല്ലേ? എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1. നമുക്കിതിനെങ്ങനെ എഴുതാം? എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 അല്ലേ? രണ്ടായിട്ട് സ്പ്ലിറ്റ് എഴുതി മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നോക്കുക. അവിടെ എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു മോഡൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിൽ നിന്ന് എക്സ് റേസ് ടു കെ എന്താണെന്ന് നോക്കിയേ. ഡി ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ റേസ് ടു കെ. അത് നമ്മൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് ഇവിടെ എക്സ് റേസ് ടു കെക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്താണ്? ഡി ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ റേസ് ടു കെ ഇൻറ്റു ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. കണ്ടോ? ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയൊക്കെ അതേപോലെ തന്നെ മൈനസ് വൈ റേസ് ടു കെ ഇൻറ്റു വൈ. ഇനി നമുക്ക് ഈ എക്സ് കൊണ്ട് ഇത് ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പം ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു വൈ റേസ് ടു കെ അല്ല, ഓരോ ടേമിനെയും ചെയ്തു മൈനസ് വൈ ഇൻറ്റു വൈ റേസ് ടു കെ. ഇനി ലാസ്റ്റത്തെ 2 ടേം നോക്കിയേ, രണ്ടിലും വൈ റേസ് ടു കെ കോമൺ ആയിട്ടുണ്ടല്ലോ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഡി എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ പ്ലസ് വൈ റേസ് ടു കെ ഇൻറ്റു ഇവിടെ ബാക്കി എന്തുള്ളത്? എക്സ്, ഇവിടെയുള്ളത് മൈനസ് വൈ. ഇനി നോക്കിയേ, ഈ 2 ടേമിലും എക്സ് മൈനസ് വൈ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സ് മൈനസ് വൈ ഇൻറ്റു ഇവിടെ എന്തുള്ളത്? ഡി എക്സ് പ്ലസ് ഇവിടെ എന്തുണ്ട്? വൈ റേസ് ടു കെ. ഇവിടെ നമുക്ക് നോക്കിയേ, എക്സ് മൈനസ് വൈ ഇൻറ്റു സംതിങ് അല്ലേ? നമുക്കതാ വേണ്ടിയിരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ റേസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡി എന്നൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെറുതെ ഒരു മൾട്ടിപ്പിൾ 1 2 3 ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് വരാം. കെയും അതുപോലെ തന്നെയാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് മൈനസ് വൈ ഇൻറ്റു സംതിങ് ഒരു നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ ആ നമ്പർ എന്താണ്? വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഈസ് ട്രൂ. അപ്പോൾ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു k പ്ലസ് 1. അപ്പോൾ ലാസ്റ്റ് എന്ത് എഴുതണം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, നമ്മളിപ്പോൾ ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണല്ലേ പ്രൂവ് ചെയ്യണത്. എന്ത് പറയണം? ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ, ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ, നമ്മുടെ ആൻസർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് n raised to 5 divided by 5 plus n cubed by 3 plus 7n by 15 is a natural number for every n belongs to n. ഇതൊരു നാച്ചുറൽ നമ്പർ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഈ പ്രോബ്ലം തൊട്ടിട്ട് ഞാനത് മുഴുവൻ എഴുതുന്നില്ല. ലെറ്റ് പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ വരെ നമ്മൾ എഴുതണം. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ, ഫോർ n ഈസ് ഈക്വൽ ടു 1, എന്താ നമ്മുടെ പി ഓഫ് 1 എന്ത് വരും? 1 raised to 5 by 5 plus 1 cube by 3 plus 7 into 1 by 15 എത്ര വരും? 1 by 5 plus 1 by 3 plus 7 by 15. നമുക്കിവിടെ ഒന്ന് എൽ സി എം ഒക്കെ ഒന്ന് എടുത്ത് നോക്കി നോക്കിയാൽ എത്ര ഇവിടെ എൽ സി എം വരും? 15 വരും. അപ്പോൾ ഇവിടെ 1 into 3 അല്ലേ, ഇവിടെ 5 ഓൾറെഡി ഉണ്ട്, അപ്പോൾ ബാക്കി 3 പ്ലസ് ഇവിടെ 3 ഉണ്ട്, ബാക്കി 5. ഇവിടെ ഓൾറെഡി 15 ഉണ്ട്, അപ്പോൾ ഒന്നും ചെയ്യണ്ട. മുകളിലത്തെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 plus 5 8, 8 plus 7 15 by 15 എത്ര കിട്ടി? 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വിച്ച് ഈസ് ട്രൂ ഫോർ n ഈസ് ഈക്വൽ ടു 1, ദ റിസൾട്ട് ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താ എഴുതേണ്ടത്? അപ്പോൾ എല്ലാ പ്രോബ്ലത്തിലും അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾ എല്ലാതും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എഴുതണം എക്സാമിന്. പി ഓഫ് കെ ഈസ് ട്രൂ. എന്താണ് പി ഓഫ് കെ എന്ന് പറയുമ്പം? അതിൻ്റെ സന്തൊക്കെ k ഇട്ട് കൊടുക്കുക. k raised to 5 by 5 plus k cube by 3 plus 7k by 15 is a natural number. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇസ് ഈക്വൽ ടു നമുക്കൊരു ഡി അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഡി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ പി ഓഫ് കെ പ്ലസ് 1. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വെൻ n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 അല്ലെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ അവർ പി ഓഫ് കെ ഈസ് ട്രൂ. അതും കൂടി എഴുതണം. ഇനി പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 raised to 5 divided by 5 plus k plus 1 whole cube by 3 plus 7 into k plus 1 by 15. ഇതെന്താണ്? ഒരു നാച്ചുറൽ നമ്പർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ k plus 1 raised to 5 നമുക്ക് ഇപ്പോൾ 1/5 നമുക്കിവിടെ പുറത്തേക്ക് എടുക്കാം. ഇത് നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. a plus b the whole raised to 5 എന്താ വരിക? k raised to 5 plus എന്താ വരിക? a raised to 5 plus 5a square a raised to 4b അല്ലേ? 5 ആണ് ഇവിടെ കോഎഫിഷ്യൻ്റ് വരും. 5 k raised to 4 into b ഇവിടെ 1 ആണ്, അപ്പോൾ ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പ്ലസ് അടുത്തത് എന്താ വരിക? 10k ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ വരും. പക്ഷേ ഇവിടെ ബി സ്ക്വയർ ബി 1 ആയ കാരണം അത് നോക്കണ്ട. പ്ലസ് 5k സ്ക്വയർ ഇൻറ്റു ബി ക്യൂബ് പ്ലസ് എന്താണ്? പ്ലസ് 10k സ്ക്വയർ ആട്ടാ. 10k സ്ക്വയർ പ്ലസ് അടുത്ത ടേമാണ് 5 വരുന്നത്. 5k പ്ലസ് പിന്നെ ലാസ്റ്റ് നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ റേസ് ടു 5 അതായത് 1. മനസ്സിലായല്ലോ? നമ്മൾ a പ്ലസ് ബി ഓൾ റേസ് ടു 5 വെച്ചിട്ടാണ് അത് ചെയ്തത്. പ്ലസ് അടുത്തത് എന്തുണ്ട്? 1/3 ഇൻറ്റു ഇത് k പ്ലസ് 1 ദ ഹോൾ ക്യൂബ് എന്ത് വരും? k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു. പക്ഷേ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. പ്ലസ് 7/15 ഇവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കത് 7k പ്ലസ് 7/15. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നെല്ലാത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ആ 1 ഒന്ന് നോക്കിയേ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1
കെ റേസ് ടു 5/5 ഇവിടെ അങ്ങനെ ഒരു ടേം ഇവിടെ ഇല്ലേ? അപ്പോൾ അത് നമ്മൾ ഒരുമിച്ച് എഴുതുകയാണ്. കെ റേസ് ടു 5/5. ഈ 5 എല്ലാത്തിനും ഇതിലത്തെ ഓരോ ടേമിനുള്ളതാണ് അല്ലേ? പ്ലസ് k³ ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു ടേമാണ്. അപ്പോൾ ഈ ഒരു ടേം എഴുതി k³ അത് ഒരുമിച്ച് എഴുതുകയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. പ്ലസ് ഇവിടെ നോക്കിയേ 7k/15 ഉണ്ടല്ലോ, 7k/15. ഈ 15 ഈ രണ്ട് ടേമിനുള്ളതാണ്. അപ്പോൾ ആ 3 ടേമുകൾ നമ്മൾ ഒരുമിച്ച് എഴുതി കണ്ടോ. പ്ലസ് ഇനി അവിടെ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അത് നമ്മൾ ബാക്കി എഴുതാം. കാരണം ഇത് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത് കാരണം ഇതിന് പകരം നമുക്കൊരു നാച്ചുറൽ നമ്പർ ഡീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഇനി k⁴ ഒരു ടേം ഉണ്ട്. അതാകെ ഒരു ടേമുള്ളൂ. 5k⁴ ഡിവൈഡഡ് ബൈ 5 ഉണ്ട്. അപ്പോൾ എത്ര വരും? k⁴ മാത്രം അല്ലേ? 5ഉം 5ഉം ക്യാൻസൽ ആയി പോകും. പ്ലസ് 10k³ 5 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 10/5 എന്ന് പറയുമ്പോൾ 2k³ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും k³ ഉണ്ട്? ഈ ഓൾറെഡി ഈ k³ നമ്മൾ എഴുതി കഴിഞ്ഞതാണ്. അപ്പോൾ അത് എഴുതി 2k³ പ്ലസ് ഇവിടെ നോക്കിയേ 10k²/5. അപ്പോൾ 10/5 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഇവിടെ 2k² ആണ്. ഇവിടെയോ 3/3 ഉണ്ട്. 3/3 1k². 2k² 1k² ആകുമ്പോൾ 3k² പ്ലസ് 5k/5 അതായത് 5ഉം 5ഉം ക്യാൻസൽ ആയിട്ട് 1k മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെയും ഈ 3യും ക്യാൻസൽ ആയിട്ട് ഇവിടെയും 1k ആണ്. ഈ k എഴുതിയത്. അപ്പോൾ ഇവിടെ മൊത്തം 2k. പിന്നെ അപ്പോൾ ആ ഒരു ടേമുകൾ അതായത് ഈ ഒരു 3 ടേം ഒരുമിച്ച് എഴുതി, ഈ kയുടെ ടേമുകൾ ഒരുമിച്ച് എഴുതി. ഇനി കോൺസ്റ്റൻറ്റ് ടേമുകൾ കുറച്ചൊക്കെ ഇല്ല. ഇവിടെ എന്താ? ഒരു 1/5 ഉണ്ട്, ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ ഒരു 7/15 ഉണ്ട്. ആ കോൺസ്റ്റൻറ്റ് ടേമുകളും ഒരുമിച്ച് എഴുതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മളതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഇത്രയും ടേമിന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് ഡി എന്ന് പേര് കൊടുക്കാം. ഡി പ്ലസ് k⁴ പ്ലസ് 2k³ പ്ലസ് 3k² പ്ലസ് 2k പ്ലസ് ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 1/5 പ്ലസ് 1/3 പ്ലസ് 7/15. നമ്മൾ 4n = 1 അത് ഓൾറെഡി ചെയ്തതാണ്. എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു? 1. അപ്പോൾ ഇത്രയും ടേമിന് പകരം നമുക്ക് +1 കൊടുക്കാം അല്ലേ? അത് നമ്മൾ LCM എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ +1. ഇത് നോക്കിയേ, ഇത് നമുക്കൊരു ഇൻറ്റിജർ ആയിട്ട് കിട്ടില്ലേ? അതായത് ഒരു നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് ആൻ ഇൻറ്റിജർ. കാരണം ഇതിലൊക്കെ k എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ k⁴ എന്ന് പറയുമ്പോൾ അതൊരു ഇൻറ്റിജർ ആവും. k³ k², 2k. k നമ്മുടെ n എടുത്ത പോലെ തന്നെ ഒരു ഇൻറ്റിജറാണ്. ഡി എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഇൻറ്റിജറാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ +1 അതും ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P(k+1) ഇവിടെ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. cos θ ഇൻറ്റു cos 2θ ഇൻറ്റു cos 2² θ ഇൻറ്റു എക്സെട്ര cos 2⁻n−1 θ is equal to sin 2⁻n θ divided by 2⁻n sin θ for all natural numbers n. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ P(n) എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് LHSഉം RHSഉം ഒരുമിച്ച് നമ്മൾ എഴുതി. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് for n is equal to 1. n is equal to 1ൽ നമുക്ക് നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ നോക്കാം. P(1) ചെക്ക് ചെയ്യാം. P(1) എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? sin 2⁻1 θ divided by 2⁻1 sin θ is equal to, ഇത് നമുക്ക് കുറച്ച് ട്രിഗണോമെട്രിയുടെ ഫോർമുലകളൊക്കെ അറിഞ്ഞാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. sin 2θ നമുക്ക് എങ്ങനെ എഴുതാം? 2 sin θ cos θ പഠിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇവിടെ എന്താ? 2 sin θ. 2 ക്യാൻസലായി, sin θ ക്യാൻസലായി, ലാസ്റ്റ് എന്ത് വന്നു? cos θ. നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് ടേം cos θ അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ for n is equal to 1 the result is true. ഇനി എന്താണ്? assume that P(k) is true. എന്താ P(k) വരുന്നത്? P(k) എന്ന് പറയുമ്പം cos θ ഇൻറ്റു cos 2θ. ഇത് മുഴുവനൊന്നും എഴുതണില്ല. cos 2⁻n ൻ്റെ സ്ഥാനത്തൊക്കെ k ഇട്ട് കൊടുക്കുക. k-1 ഇൻറ്റു θ is equal to sin 2k θ divided by 2k sin θ. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വയ്ക്കാം. ഇനി നമ്മളിനി P(k+1)
we have to prove that the result is true for n is equal to k plus 1 whenever p of k is true. അങ്ങനെ എഴുതി നമ്മൾ p of k plus 1 കണ്ടുപിടിക്കുകയാണ്. k plus 1 എന്ന് പറയുമ്പോൾ ഏത് വരെ പോവും? cos തീറ്റ ഇൻറ്റു cos 2 തീറ്റ ഇൻറ്റു കെയുടെ ടേം കൂടി എഴുതാം. cos 2 raised to k minus 1 തീറ്റ ഇൻറ്റു എന്ത് വരും? cos 2 raised to k തീറ്റ. അതിൽ ഇത്രയും ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് sin 2 raised to k into theta divided by 2 raised to k into sin theta എന്ന് കൊടുക്കാമല്ലോ. ഇൻറ്റു cos 2 raised to k into theta. ബാക്കി ഒരു ടേം അവിടെ ഉണ്ട്, അത് നമ്മൾ എഴുതി. ഇനി നമ്മളിവിടെ കുറച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇവിടെയും 2 ഇവിടെയും 2. ഇവിടെ ഒരു 2 sin 2 raised to k തീറ്റ ഇൻറ്റു cos 2 raised to k തീറ്റ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ ഒരു 2 raised to k ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താവും? 2 raised to k plus 1 വരും ഇൻറ്റു sin തീറ്റ. ശരിയല്ലേ? ഇനി നമുക്ക് 2 sin തീറ്റ കോസ് തീറ്റ ആ ഒരു ഫോർമുലയുടെ മുകളിലേക്ക് ആയില്ലേ? അതെന്താണ്? sin 2 തീറ്റ അല്ലേ. sin 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 2 raised to k plus 1 ആണ് ഇവിടെ ഇൻറ്റു തീറ്റ. നമ്മുടെ ആ ഒരു ഓൾറെഡി ഇവിടെ ഒരു 2 തീറ്റ കണ്ടോ, ഫോർമുലയിൽ ഒരു 2 ഉണ്ട്. നമുക്കിവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താണ്? 2 raised to k തീറ്റയാണ്. അപ്പോൾ ഫോർമുലയിലുള്ള 2 കൂടി ഇവിടെ ചേരുമ്പോഴാണ് അത് 2 raised to k plus 1 ആവണത്. കൺഫ്യൂഷൻ പാടില്ല. എന്തുകൊണ്ട് അത് k plus 1 ആയി? ഇവിടെ 2 raised to k തീറ്റ അല്ലേ എന്ന് വിചാരിക്കും. 2 raised to k ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ തീറ്റയാണ്. ഫോർമുലയിൽ എന്താണ്? sin 2 തീറ്റ. അപ്പോൾ ആ 2 കൂടി ഇവിടെ ചേരുമ്പോൾ 2 raised to k plus 1 ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ 2 raised to k plus 1 ഇൻറ്റു sin തീറ്റ. നോക്കിയേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കിട്ടിയില്ലേ? sin 2 raised to k plus 1 ഇൻറ്റു തീറ്റ. കണ്ട, എന്നിൻ്റെ സ്ഥാനത്ത് k plus 1. അതേപോലെ ഇവിടെ 2 raised to k plus 1 ഇൻറ്റു sin തീറ്റ, വിച്ച് ഈസ് ട്രൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? Hence, by the principle of mathematical induction, the result is true for every natural number എന്ന് പറഞ്ഞിട്ട് നമുക്കത് ജനറലൈസ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. Prove that for every natural number n, cos alpha plus beta plus cos alpha plus 2 beta plus etc. plus cos alpha plus n minus 1 into beta is equal to cos alpha plus n minus 1 by 2 into beta into sin n beta by 2 all divided by sin beta by 2. കുറച്ച് നമ്മുടെ ട്രിഗണോമെട്രിയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. ആദ്യം നമ്മൾ ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ടാണ് എഴുതി. പിന്നെ ഫോർ n is equal to 1 നമുക്ക് ചെക്ക് ചെയ്യാം പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരുന്നുണ്ട് എന്ന്. ഇവിടെ നോക്കിയേ, കോസ് ആൽഫ പ്ലസ് ഇവിടെ നോക്കിയേ 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു ബീറ്റ ഇൻറ്റു സൈൻ ഇവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ മാത്രം സൈൻ ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ബൈ 2. ഇവിടെ നോക്കിയേ, കോസ് ആൽഫ 1 മൈനസ് 1 എന്താണ്? 0/2 0 ഇൻറ്റു ബീറ്റ. അപ്പം പിന്നെ ആ ഒരു ടേം അവിടെ ഇല്ലതല്ലേ, ഇത് മൊത്തം 0 ആയിട്ട് പോയി. ഈ കോസ് ആൽഫ ഇവിടെ ഉണ്ട്. ഈ സൈൻ ബീറ്റ ബൈ 2 സൈൻ ബീറ്റ ബൈ 2 ക്യാൻസലായി പോയില്ലേ. ബാക്കി ഇവിടെ എന്താണുള്ളത്? കോസ് ആൽഫ. അതല്ലേ നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ വിച്ച് ഈസ് ട്രൂ ഫോർ n is equal to 1, ദ റിസൾട്ട് ഈസ് ട്രൂ. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ n is equal to k, അല്ലെങ്കിൽ പി ഓഫ് കെ ഈസ് ട്രൂ. അതെന്താ വരിക? കോസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് കോസ് ആൽഫ പ്ലസ് k മൈനസ് 1 ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് ആൽഫ പ്ലസ് k മൈനസ് 1 ബൈ 2 ഇൻറ്റു ബീറ്റ ഇൻറ്റു സൈൻ k ബീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ബൈ 2. ശ്രദ്ധിച്ചിട്ട് എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ k കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ആവശ്യം വരും. ഇനി എന്ത് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഈസ് ട്രൂ. സ്റ്റെപ്പ് എല്ലാം നിങ്ങൾ മുഴുവനായിട്ട് എഴുതണേ. ഇനി എന്താണ് പി ഓഫ് കെ പ്ലസ് 1 വരിക? ഫോർ n ഈസ് ഈക്വൽ ടു കെ പ്ലസ് 1 എന്ത് വരും? കോസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് ഈ കെയുടെ ടൈമും കൂടെ എഴുതാം. കോസ്
ആൽഫ പ്ലസ് കെ മൈനസ് 1 ഇൻറ്റു ബീറ്റ പ്ലസ് അടുത്ത ടേം എന്ത് വരും കോസ് ആൽഫ പ്ലസ് കെ ബീറ്റ വരും അല്ലേ. ഇതിൻ്റെ കൂടെ ഒരു അടുത്ത ടേം എന്ന് പറയുമ്പോൾ കെ മൈനസ് 1 അടുത്ത ടേം കെ ബീറ്റ. ഇനി ഇത്രയും ടേമിന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് നമ്മുടെ ആ സാധനം നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തുകൂടെ. എന്ത് വരും കോസ് ആൽഫ പ്ലസ് കെ മൈനസ് 1/2 ഇൻറ്റു ബീറ്റ ഇൻറ്റു സൈൻ കെ ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ബൈ 2 പ്ലസ് ഇത്രയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് ഇവിടെ നമുക്ക് എന്താണ് ലാസ്റ്റ് ടേം കോസ് ആൽഫ പ്ലസ് കെ ബീറ്റ അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി. ഇനി നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും നമ്മുടെ ഫോർമുലയൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എൽ സി എടുക്കാൻ പോവുകയാണ്. എൽ സി എടുക്കാൻ പോകുമ്പോൾ ഞാൻ അതിവിടെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇവിടെ സൈൻ ബീറ്റ ബൈ 2 ആണ്. അത് ഈ ടേമിനുണ്ട്, അപ്പോൾ ഈ ടേമിനില്ല. അപ്പോൾ ഇത് ഓൾ ഡിവൈഡഡ് വന്നിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയില്ലേ. ഇവിടെ പ്ലസ് സൈൻ ബീറ്റ ബൈ 2 ഇൻറ്റു ഈ ടേമിൻ്റെ കൂടെ ഒരു സൈൻ ബീറ്റ ബൈ 2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് നമ്മുടെ എൽ സി എം എടുത്തു അല്ലേ. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തു, അത്ര നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അത് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണേ, ഒരു 2 നമ്മളിവിടെ എല്ലാ ടേമിനും ഇവിടെ ന്യൂമറേറ്ററിൽ 2 ടേം ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ടേം, 3 ടേമിനെയും കൂടെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുല്ലോ അതേപോലെ. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൽ തന്നെ അത് ചെയ്യുകയാണ്. നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു 2. അപ്പോൾ നമുക്കത് ഇത് രണ്ടിടത്തും 2 കോമൺ ആയിട്ട് എടുത്ത് ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിന് സെയിം തന്നെയാണ്. അതുകൊണ്ട് ആ 2 അവിടെ ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. അല്ലാതെ വെറുതെ നമ്മൾ അവിടെ കിടന്നിട്ട് ഒരു 2 ഇടുകയല്ല ചെയ്തത് കേട്ടോ. ഇനി നോക്കി നോക്കിയേ 2 കോസ് എ സൈൻ ബി അങ്ങനെ ഒരു സംതിങ് അതല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ മുന്നേ ഒരു ഫോർമുലയൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ആ ഫോർമുലാസൊക്കെ നമുക്കൊന്ന് കൊണ്ടുവരാം. 2 കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് എന്താണ് കണ്ടോ. 2 കോസ് എ സൈൻ ബി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. എന്താണ് സൈൻ എ പ്ലസ് ബി. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ, അതായത് കോസിൻ്റെ കൂടെയുള്ള ആംഗിള്. ബി എന്ന് പറയുന്നത് സൈനിൻ്റെ കൂടെയുള്ള ആംഗിള്. ആൽഫ പ്ലസ് കെ മൈനസ് 1/2 ഇൻറ്റു ബീറ്റ പ്ലസ് ഇനി എ പ്ലസ് ബി സൈനിൻ്റെ കൂടെയുള്ള ആംഗിള് കെ ബീറ്റ ബൈ 2. ഇനി ഇത് മൊത്തം സൈൻ എ പ്ലസ് ബി എന്നുള്ളത് എഴുതി മൈനസ് സൈൻ ഇത് തന്നെ മൈനസ് വെച്ചിട്ട് എഴുതണം. ആൽഫ പ്ലസ് കെ മൈനസ് 1/2 ഇൻറ്റു ബീറ്റ മൈനസ് കെ ബീറ്റ ബൈ 2. എഴുതിയത് മനസ്സിലായല്ലോ. നമ്മൾ ജസ്റ്റ് ആ ഫോർമുല അപ്ലൈ ചെയ്തു. ഇനി മറ്റോർത്ത് നോക്കി നോക്കിയേ സെയിം ഇതേപോലെ തന്നെയല്ല വരുന്നത്. പ്ലസ് 2 കോസ് എ സൈൻ ബി അല്ലേ. 2 കോസ് എ സൈൻ ബി അവിടെ നമുക്ക് ഈ ഫോർമുല തന്നെ ഉപയോഗിക്കാം. സൈൻ എ പ്ലസ് ബി. എ ഇവിടെ എന്താ വരുന്നത് കോസിൻ്റെ കൂടെയുള്ളത് ആൽഫ പ്ലസ് കെ ബീറ്റ. അവിടെ കുറച്ച് സമാധാനം ഉണ്ട് നമുക്ക് ചെറുതാണ്. പ്ലസ് ബി സൈൻ്റെ കൂടെ വരുന്ന ബീറ്റ ബൈ 2 മൈനസ് സൈൻ ഇനി ഇതന്നെ നമ്മൾ മൈനസ് ആയിട്ട് എഴുതുക അല്ലേ. ആൽഫ പ്ലസ് കെ ബീറ്റ മൈനസ് ബീറ്റ ബൈ 2. പിന്നെ നമ്മുടെ ഓൾ ഡിവൈഡഡ് ബൈ 2 സൈൻ ബീറ്റ ബൈ 2. അത് മറന്നു പോകരുത്. ഇനി ഒന്ന് നോക്കിയേ എന്തെങ്കിലുമൊക്കെ വല്ലതും ക്യാൻസൽ ആക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. ഇവിടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒന്ന് സിംപ്ലിഫിക്കേഷൻ സൈൻ ആൽഫ. ഇവിടെ നോക്കിയേ കെ ബീറ്റ ബൈ 2 അല്ലേ. ഇവിടെ കെ ബീറ്റ ബൈ 2 ഇവിടെയും കെ ബീറ്റ ബൈ 2. അപ്പോൾ എന്താ വരും കെ ബീറ്റ ബൈ 2 പ്ലസ് കെ ബീറ്റ ബൈ 2 എന്ന് പറയുമ്പം കെ ബീറ്റ അല്ലേ. പിന്നെ ഇവിടെ ഒരു മൈനസ് ബീറ്റ ബൈ 2 നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. പിന്നെ മൈനസ് സൈൻ ഇവിടെ അതുപോലെ എന്ത് വരും ആൽഫ കെ ബീറ്റ ബൈ 2 ഇവിടെ മൈനസ് കെ ബീറ്റ ബൈ 2. അപ്പോൾ ആ ടേം അങ്ങനെ തന്നെ പോയി. പിന്നെ ബാക്കി എന്തുള്ളത് മൈനസ് ബീറ്റ ബൈ 2. ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ആ ടേമിൻ്റെ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്ത ടേം ഇവിടെ എഴുതാം പ്ലസ് സൈൻ ഇവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അല്ലേ. ആൽഫ പ്ലസ്
k beta plus beta by 2 minus sin alpha plus k beta minus beta by 2. അല്ല, അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ നമ്മൾ എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ 2 sin beta by 2. മനസ്സിലായല്ലോ? ജസ്റ്റ് നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ ചെയ്തു എന്ന് മാത്രം. നോക്കിയേ, ഇവിടെ സൈൻ ആൽഫ പ്ലസ് കെ ബീറ്റ മൈനസ് ബീറ്റ ബൈ 2. ഇവിടെ ഒരു മൈനസിലുണ്ട്, ഇവിടെ ഒരു പ്ലസ്സിൽ കിടക്കുന്നുണ്ട്. ആ ടേം അങ്ങനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസാണ് സെയിം. ഇനി ബാക്കി നമുക്ക് 2 ടേമുകളുള്ളൂ. ആ 2 ടേം നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ആദ്യം ഇത് പ്ലസ് ആയതുകൊണ്ട് ഈ ടേം എഴുതാം. സൈൻ ആൽഫ പ്ലസ് കെ ബീറ്റ പ്ലസ് ബീറ്റ ബൈ 2. സെക്കൻഡ് ഈ ടേം എഴുതാം. മൈനസ് സൈൻ ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ നമ്മുടെ എന്താണ് 2 സൈൻ ബീറ്റ ബൈ 2. നമ്മൾ ഇതുവരെ ആൻസറിലേക്ക് എത്തിയിട്ടില്ല. ഇനി നമ്മൾ അടുത്ത ഫോർമുല ഉപയോഗിക്കുകയാണ്. സൈൻ എ മൈനസ് സൈൻ ബി, അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ, അല്ലെങ്കിൽ സൈൻ എ മൈനസ് സൈൻ ബി. ഏത് ഫോർമുല എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ. അപ്പോൾ എന്ത് വരും? ആ ഒരു ഫോർമുല നമ്മൾ ഉപയോഗിക്കുന്നത് സൈൻ എ മൈനസ് സൈൻ ബി, അല്ലെങ്കിൽ സൈൻ എക്സ് മൈനസ് സൈൻ വൈ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ. അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? എന്താണത്? 2 cos എക്സ് പ്ലസ് വൈ ബൈ 2. എക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? സൈൻ എക്സ് മൈനസ് സൈൻ വൈ ഇസ് ഈക്വൽ ടു 2 cos എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം കോസിൻ്റെ ടേമാണ് ആദ്യം എഴുതുക. അപ്പോൾ എന്ത് വരും? ഈക്വൽ ടു നമ്മൾ ജസ്റ്റ് ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. 2 cos എക്സ് പ്ലസ് വൈ ബൈ 2. 2 ആംഗിൾ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുക. 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആൽഫ പ്ലസ് കെ ബീറ്റ പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ആൽഫ മൈനസ് ബീറ്റ ബൈ 2. പിന്നെ എന്തുണ്ട്? ഓൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട് അല്ലേ? എക്സ് പ്ലസ് വൈ ബൈ 2. ഇനി അടുത്ത ടേം എന്താണ്? സൈനിൽ. ഇത് തന്നെ സെയിം, പക്ഷെ മൈനസ് വെച്ചിട്ട് എഴുതുക അല്ലേ? ആൽഫ പ്ലസ് കെ ബീറ്റ പ്ലസ് ബീറ്റ ബൈ 2 മൈനസ് വരുമ്പോൾ ഈ ആൽഫ മൈനസ് ആവും, ഈ മൈനസ് ബീറ്റ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 2 ആവും അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ 2. പിന്നെ നമുക്ക് ഓൾ ഡിവൈഡഡ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? 2 സൈൻ ബീറ്റ ബൈ 2. അതും എഴുതാൻ മറക്കരുത്. ഇനി ഇവിടെ നോക്കിയേ, ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. 2 cos ഇവിടെയൊക്കെ വല്ലതും കളയാണ്ട. ഈ ബീറ്റ ബൈ 2 നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ബീറ്റ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2. പിന്നെ ഇവിടെ 2 ആൽഫ വരും അല്ലേ? ആൽഫ പ്ലസ് ആൽഫ 2 ആൽഫ. പക്ഷേ 2 ആൽഫ ബൈ 2 എടുക്കുമ്പോൾ വെറും ആൽഫയാവും അത്. അതുപോലെ കെ ബീറ്റ ബൈ 2 നമുക്ക് 2 ആൽഫ എന്ന് എഴുതാം. 2 ആൽഫ പ്ലസ് കെ ബീറ്റ ബൈ 2, കാരണം നമുക്ക് കോമൺ ആയിട്ട് ബൈ 2 എഴുതാം. പിന്നെ ഇവിടെ എന്ത് വരും? ഇവിടെയും ബീറ്റ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 പോവും, ആൽഫയും മൈനസ് ആൽഫയും പോവും, മാത്രം കെ ബീറ്റ. അല്ല, ഇവിടെ നമ്മൾ ഇത് ക്യാൻസലായി പോവില്ല കേട്ടോ. ഇത് രണ്ടും പ്ലസ്സിലാണ്. സോറി ഇത് ക്യാൻസലാവുന്നില്ല. ഇവിടെ രണ്ടും പ്ലസ്സിലാണ്. ഇവിടെയും എന്ത് വരും? കെ ബീറ്റ പ്ലസ് ബീറ്റ ബൈ 2 ബീറ്റ ബൈ 2. അപ്പോൾ എത്ര വന്നു? ബീറ്റ അല്ലേ? പിന്നെ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ 2 സൈൻ ബീറ്റ ബൈ 2. ഇനി ഇതിനെ നമ്മുടെ എന്താണ്? ഈ 2 2 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ആൻസർ വേണ്ടത് എന്തായിരുന്നു? കോസ് ആൽഫ പ്ലസ് ഇവിടുത്തെ ഈ 2 2 കൂടി നമ്മൾ എടുക്കുമ്പം ആൽഫ മാത്രമാവും. ആൽഫ പ്ലസ് കെനെ എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 മൈനസ് 1 എഴുതിക്കൂടെ? നമുക്ക് അങ്ങനെയാണ് ആൻസർ വേണ്ടത്. ഇൻറ്റു ബീറ്റ. കണ്ടോ? കെനെ നമ്മൾ അങ്ങനെ എഴുതി. കെ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു ബീറ്റ. ഇതിന് മാത്രം ബൈ 2. പിന്നെ ആ ടേം കഴിഞ്ഞു. സൈൻ കെന് ഇതുപോലെ തന്നെ. ഇതിന് രണ്ടിടത്തും ബീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ കെയും ഇവിടെ പ്ലസ് 1 അല്ലേ? ബീറ്റ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബൈ 2 ഡിവൈഡഡ് ബൈ ഇവിടെ 2 ക്യാൻസലായി പോയി. ബാക്കി എന്താണുള്ളത്? സൈൻ ബീറ്റ ബൈ 2. നമ്മുടെ ആ ആൻസറിലേക്ക് ഒന്ന് നോക്കി നോക്കിയേ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ആൻസർ. കണ്ടോ? കെ n മൈനസ് 1. അപ്പോൾ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 മൈനസ് 1. അപ്പോൾ ശരിക്കും കെ ഇവിടെ വേണ്ടോ? നമ്മളതൊന്നും അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ലാസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ആ ആൻസറിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ആൻസർ ചെയ്യാനായിട്ട്, അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്.
ലാസ്റ്റ് ഒരു അറേഞ്ച്മെൻ്റ് ആണ് അവിടെ വരുന്നത്. നമുക്ക് ആൻസർ കിട്ടി ഓൾറെഡി. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൂവ് ദാറ്റ് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ പ്ലസ് സൈൻ 3 തീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് സൈൻ n തീറ്റ is equal to sin n theta by 2 into sin n plus 1 by 2 into theta all divided by sin theta by 2 for all n belongs to n. ഇതാണ് നമുക്ക് ഇനി അടുത്തത് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കിതിൻ്റെ സൊല്യൂഷൻ എഴുതി തുടങ്ങാം. ആദ്യം നമ്മൾ നമ്മുടെ പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി. അടുത്തത് ഫോർ എൻ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പി ഓഫ് 1ന് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ, പി ഓഫ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സൈൻ തീറ്റ ബൈ 2 ഇൻറ്റു സൈൻ, ഇവിടെ എന്ത് വരും 1 + 1 by 2 ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. ഈ സൈൻ തീറ്റ ബൈ 2 സൈൻ തീറ്റ ബൈ 2 ക്യാൻസലായി. ഇവിടെ നോക്കിയേ സൈൻ 1 + 1 2, 2 by 2 1 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു സൈൻ തീറ്റ വിച്ച് ഈസ് ട്രൂ. ഫോർ n ഈസ് ഈക്വൽ ടു 1 ദ റിസൾട്ട് ഈസ് ട്രൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ assume that the result is true for when n is equal to k. അതായത് p of k is true. എന്താ നമ്മുടെ p of k വരിക, സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് സൈൻ k തീറ്റ is equal to സൈൻ k തീറ്റ ബൈ 2 സൈൻ k plus 1 by 2 into തീറ്റ all divided by സൈൻ തീറ്റ ബൈ 2 ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് വെൻ n is equal to k plus 1 the result is true whenever n is equal to p of k is true. അപ്പോൾ എന്ത് വരും നമ്മുടെ p of k plus 1 എന്ന് പറഞ്ഞിട്ട് സൈൻ തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ പ്ലസ് എക്സെട്ര പ്ലസ് സൈൻ k തീറ്റ പ്ലസ് സൈൻ k plus 1 ഇൻറ്റു തീറ്റ അല്ലേ. അതിൽ ഇത്രയും വരെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ച് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സൈൻ k തീറ്റ ബൈ 2 ഇൻറ്റു സൈൻ k plus 1 by 2 ഇൻറ്റു തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. പിന്നെ പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാസ്റ്റ് ടേം എഴുതാം, സൈൻ k plus 1 ഇൻറ്റു തീറ്റ. അപ്പോൾ നമ്മൾ അത്രയും ടേം അവിടെ നമ്മൾ ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ലാസ്റ്റ് ടേം അതേപോലെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ സൈൻ k plus 1 തീറ്റേനെ നമ്മൾ മാറ്റാൻ പോകും. അതായത് നമ്മൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്താ, സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ സൈൻ തീറ്റ ആണെങ്കിൽ എന്ത് വരും, 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ആ ഒരു ഫോർമുല നമ്മൾ അവിടെ മാറ്റാൻ പോവുകയാണ്. ഈ ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം നമ്മൾ അതേപോലെ തന്നെ എഴുതും, സൈൻ k തീറ്റ ബൈ 2 സൈൻ k plus 1 by 2 ഇൻറ്റു തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2 പ്ലസ് ഇവിടെ എന്ത് വരും, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ബൈ 2. കാരണം നമ്മളിവിടെ തീറ്റ എടുക്കണം, അപ്പോൾ ഇതിൻ്റെ ബൈ 2 അല്ലേ. അപ്പോൾ ഇവിടെ k plus 1 by 2 ഇൻറ്റു തീറ്റ പിന്നെന്താ കോസ് തീറ്റ ബൈ 2. അപ്പോൾ k plus 1 by 2 ഇൻറ്റു തീറ്റ അല്ലേ. നമ്മളവിടെ ബൈ 2 ആണ് എടുത്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി നമ്മളിവിടെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് സൈൻ k plus 1 by 2 തീറ്റ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുണ്ടല്ലോ. ഇവിടെയുണ്ട് സൈൻ k plus 1 by 2 ഇൻറ്റു തീറ്റ, ഇവിടെയുണ്ട്. രണ്ടിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. സൈൻ k plus 1 by 2 ഇൻറ്റു തീറ്റ കോമൺ ആയിട്ട് എടുക്കുമ്പം ഇവിടെ എന്ത് വരും, സൈൻ k തീറ്റ ബൈ 2 പിന്നെ ബൈ സൈൻ തീറ്റ ബൈ 2 ഉണ്ട് കേട്ടോ, പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്. പിന്നെ എന്തുള്ളത്, കോസിൻ്റെ ടേം അല്ലേ, കോസ് k plus 1 by 2 ഇൻറ്റു തീറ്റ. ഇനി നമ്മളിവിടെ എൽ സി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഓൾ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം കൂടെ, അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്,
ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 എന്ന് പറഞ്ഞൊരു ടേമും കൂടി ഇവിടെ വന്നു. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിലൂടെ ചെയ്തു. നിങ്ങൾ 2 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഇനി എന്ത് ചെയ്യാനുള്ളത്? ഈ ടേം അങ്ങനെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ ടേം നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2 cos x sin y ആ ഒരു ഫോർമുലയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിനും ഈ സെയിം ഫോർമുല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ വരിക ഇവിടെ? സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ അല്ലേ? അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ, ഇവിടെ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? കെ പ്ലസ് 1/2 അല്ലേ? കെ പ്ലസ് 1/2 ഇൻറ്റു തീറ്റ പ്ലസ് ഇവിടെ എന്താണ്? വൈയുടെ സ്ഥാനത്ത് തീറ്റ ബൈ 2 പിന്നെ മൈനസ് സൈൻ, ഈ ടേം തന്നെ നമ്മൾ മൈനസിൽ പറയാം. കെ പ്ലസ് 1/2 ഇൻറ്റു തീറ്റ മൈനസ് തീറ്റ ബൈ 2 കണ്ടോ? അത് നമ്മൾ മൈനസിൽ പറഞ്ഞു. ഇസ് ഈക്വൽ ടു പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ നമ്മുടെ സൈൻ തീറ്റ ബൈ 2 അത് എഴുതാൻ മറക്കരുത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്തു. ഈ ടേം ഇനി അങ്ങനെ തന്നെ എഴുതാം. സൈൻ കെ പ്ലസ് 1/2 ഇൻറ്റു തീറ്റ. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇവിടെ സിംപ്ലിഫിക്കേഷനൊക്കെ നോക്കാം. സൈൻ കെ തീറ്റ ബൈ 2 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് ഇവിടെ നോക്കിയേ സൈൻ ഇവിടെ എന്ത് വരും? കെ തീറ്റ ബൈ 2 ഉണ്ട് അല്ലേ? കെ തീറ്റ ബൈ 2 പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു തീറ്റ ബൈ 2 ഇവിടെ ഒരു തീറ്റ ബൈ 2 ഉണ്ട്. അപ്പോൾ എന്തായി? ഒരു തീറ്റ അല്ലേ? കെ തീറ്റ ബൈ 2 മൈനസ് ഇനി ഇവിടെ നോക്കിയേ ഇവിടെയോ? ഇവിടെയും കെ തീറ്റ ബൈ 2 ഉണ്ട്. ഇവിടെ തീറ്റ ബൈ 2 ഇവിടെ മൈനസ് തീറ്റ ബൈ 2. അപ്പോൾ പിന്നെ അത് ക്യാൻസലായി പോയി. പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ നോക്കിയേ സൈൻ കെ തീറ്റ ബൈ 2 ഇവിടെ മൈനസ് സൈൻ കെ തീറ്റ ബൈ 2. അപ്പോൾ ആ ടേം അങ്ങനെ തന്നെ ക്യാൻസലായി പോയില്ലേ? പിന്നെ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? സൈൻ കെ പ്ലസ് 1/2 ഇൻറ്റു തീറ്റ പിന്നെ ഇവിടെ ബാക്കി എന്താണ് ബ്രാക്കറ്റിനുള്ളത്? സൈൻ ഈ രണ്ടിടത്തിൽ നമുക്ക് തീറ്റ പുറത്തേക്ക് എടുക്കാമല്ലേ? അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു തീറ്റ. നമുക്കവിടെ LCM എടുത്തിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഇവിടെ 2 തീറ്റ വരും. ആദ്യം നമുക്കത് എഴുതാം. കെ തീറ്റ പ്ലസ് 2 തീറ്റ ബൈ 2 ഇവിടെ നമ്മളൊന്ന് LCM എടുത്തു. ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. ഇനി നമ്മുടെ ആൻസർ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് നോക്കിയേ? സൈൻ എൻ തീറ്റ ബൈ 2 അതിവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്ഥാനത്ത് കെ പ്ലസ് 1 സൈൻ കെ പ്ലസ് 1 ഇൻറ്റു തീറ്റ ബൈ 2. അടുത്ത എന്ത് വേണം? സൈൻ എൻ പ്ലസ് 1/2 ഇൻറ്റു തീറ്റ അതായത് കെ പ്ലസ് 1 പ്ലസ് അതായത് കെ പ്ലസ് 2 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് തീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? സൈൻ കെ പ്ലസ് 2 ഇൻറ്റു തീറ്റ അല്ലേ? തീറ്റ പുറത്തേക്ക് എടുക്കുമ്പോൾ ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ 2. ഈ കെ പ്ലസ് 2ന് വേണമെങ്കിൽ നമുക്ക് കെ പ്ലസ് 1 പ്ലസ് 1 എന്ന് എഴുതാം കേട്ടോ. അതായത് എൻ പ്ലസ് 1 എന്നുള്ള മോഡലല്ലേ? കെ പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു തീറ്റ ബൈ 2. അപ്പോൾ നമ്മളിത് അവിടെ പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ലാസ്റ്റത്തെ ഇത് നമ്മൾ എപ്പോഴും ആ ആൻസറിലേക്ക് നോക്കുക. നമുക്ക് എന്താ ആൻസർ വേണ്ടത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുക. ഇച്ചിരി ലോങ് ആണ് ഈ ലാസ്റ്റത്തെ ഈ 2 ക്വസ്റ്റ്യൻ. നമ്മുടെ ട്രിഗ്നോമെട്രി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കണം. ലാസ്റ്റ് എന്താ എഴുതാം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒക്കെ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടില്ല. ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് സൂക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഫോർമുലയൊക്കെ വന്ന കാരണം ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. സെയിം നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ആ പ്രിൻസിപ്പിളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ആ 3 സ്റ്റെപ്പുകൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനൊരു ക്വിക്ക് റീക്യാപ്പ് ചെയ്യുന്നില്ല, കാരണം ഇതിന് ആകെ ഒരു മോഡലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇതിൽ ക്വിക്ക് റീക്യാപ്പായി വരുന്നത്. വേറൊരു റീക്യാപ്പിൻ്റെ ആവശ്യം ഈ ഒരു ചാപ്റ്ററിന് വരുന്നില്ല. അത്രയും സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. ആകെ ഒരു മെത്തേഡ് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക്